ഇപ്പോഴും ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് പറയാറുണ്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മുടെ വീടിനോട് ചേർന്ന് വെക്കരുതെന്നും, അതുപോലെ ചെടിച്ചട്ടിയൊക്കെ നമ്മുടെ വീടിൻ്റെ വാതിലിനോട് ചേർന്ന് ചെടിച്ചട്ടി വെക്കരുതെന്നും, അതുപോലെ ഇതുപോലെ ജനലിന് താഴെ ഈ ജനൽ ഇങ്ങനെ ഇത്രയും ഹൈറ്റ് നമുക്ക് ഒരു എന്താ പറയുക 2.5 അടി ഹൈറ്റാണ് ഇവിടുന്ന് വരുന്നത്, ജനലിൻ്റെ സാധാരണ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പൊക്കത്തിന് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനൽ തുറന്നിടുമ്പോൾ അതിഥികൾക്ക് ഇങ്ങനെ കയറി അകത്തിറങ്ങാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ അഞ്ചലിലൊരു പ്രിയപ്പെട്ട സഹോദരി പാമ്പടിയിട്ട് മരണപ്പെട്ടു കഴിഞ്ഞ ഒരു 15 ദിവസങ്ങൾക്ക് മുന്നേ, അല്ല കുറച്ച് നാളുകൾക്ക് മുന്നേ. അത് എൻ്റെ പേരിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്, ഊർജ്ജമായിട്ട് അന്വേഷണം നടക്കുന്നുണ്ട്. എൻ്റെ എന്തോ ഒരു പുള്ളിക്കാരത്തി മറ്റൊരു വീട്ടിൽ നിന്നപ്പോൾ അവിടെ വെച്ച് പുള്ളിക്കാരത്തിക്ക് അണലിയുടെ കടിയേറ്റ് സ്വന്തം വീട്ടിൽ നിന്നപ്പോൾ AC ഉള്ള ബെഡ്റൂമിനകത്ത് വെച്ച് പാമ്പിൻ്റെ കടിയേറ്റ് ഉറക്കത്തിൽ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞൊരു വാർത്തകളൊക്കെ നമ്മൾ വായിച്ചിരുന്നു. നമ്മുടെ ദേഹത്ത് എത്ര ഉറക്കത്തിൽ കിടന്നാലും നമ്മൾ നോർമലായിട്ടുള്ള ഒരാൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹത്തിന് പാമ്പിൻ്റെ കടി ഏറ്റ് കഴിഞ്ഞാൽ മരണകാരണമായിരുന്നൊരു കടി ഏറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. ഇത് നല്ല പെയിൻ ഉണ്ടാകും. ഇത് മൂർഖനാണ്, പാമ്പിനെ നാട്ടുകാർ പിറ്റേന്ന് തല്ലി കൊന്നു, പക്ഷെ മരിച്ചാണ് കിടന്ന് അറിഞ്ഞില്ല എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ സെഡേഷൻ അല്ല എങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് പാമ്പ് കടിയേറ്റ് നമുക്ക് അറിയാൻ പറ്റും. അവർ വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഉറക്കഗുളിയുടെ ഇറക്കത്തിലുള്ള മരുന്ന് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും സാധാരണ നോർമലായിട്ടുള്ള ആളിന് പാമ്പ് കടിയേറ്റ് കൃത്യമായിട്ട് എത്ര ഉറക്കത്തിലാണെങ്കിലും പെട്ടെന്ന് കൊതു കടിച്ചാൽ പോലും നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാംസത്തിലേക്ക് ആന്ന് പല്ല് പോകുമ്പോൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഒരുപാട് കടികളുള്ളതുകൊണ്ട് കടിയുടെ എഫക്റ്റ് അതിൻ്റെ വേദനയൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇത് ഒരു കാരണവശാലും നമ്മുടെ പ്രോഗ്രാം കാണുന്ന ആൾക്കാർ ജനലിൻ്റെ താഴെ ഒരു സാധനം അടുക്കി വെക്കരുത്, അത് നിർബന്ധമായിട്ട് മാറ്റണം. അതുപോലെ വീടിനോട് ചേർന്നുള്ള ഭാഗങ്ങൾ ചെടിച്ചട്ടി വെക്കരുത്. പൊക്കത്തിനുള്ള നമ്മൾ ഷോയ്ക്കൊക്കെ സാധനങ്ങൾ വെക്കുമ്പോൾ അതൊന്നും ഒരിക്കലും ജനലിനോട് ചേർന്നോ വാതിലിനോട് ചേർന്നോ ഒന്നും വെക്കരുത്. അതുപോലെ എയർ ഹോളിലേക്ക് കയറി പോകാൻ വേണ്ടിയുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കരുത്. ചെടികൾ പടർത്തി വിടുമ്പോൾ ഒരു കാരണവശാലും അടുത്ത പറമ്പിൽ നിന്ന് നേരെ പടർത്തി മേളിലേക്ക് വിടരുത്. താഴേന്ന് ചെറിയ വള്ളികൾ മേളിലോട്ട് കൊണ്ടുപോയി മാത്രമേ പടർത്താൻ പാടുള്ളൂ. കാരണം ഇല്ലെങ്കിൽ താഴേന്ന് കയറുന്നത് നമ്മൾ കാണാം പല സ്ഥലങ്ങളിലും വീഡിയോ, എനിക്ക് തന്നെ ലൈവ് കാണാൻ അടുത്ത പറമ്പിൽ അയയിൽ കൂടി ചേര ചുറ്റി വീട്ടിൻ്റെ മണ്ടയിലേക്ക് പോകുന്നത് എനിക്ക് വീഡിയോ അയച്ചെന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് നമ്മൾ ടെലിഫോൺ ക്യാബിളിൽ കൂടി അടുത്ത പറമ്പിൽ ഇങ്ങനെ കയറി പോകുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. കറണ്ടിൻ്റെ ക്യാബിളിൽ കൂടി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക. വിഷപ്പാമ്പുകളുടെ വർഗത്തിൽ ഏറ്റവും പ്രധാനിയായി അറിയപ്പെടുന്ന ഒരു ഇനമാണ് മൂർഖൻ അഥവാ സർപ്പം. നമ്മുടെ നാട്ടിൽ സാധാരണയായി ഇതിനെ കണ്ടുവരുന്നു. പുല്ലാനി, നല്ല പാമ്പ്, പത്തിക്കാരൻ എന്നീ പേരുകളിൽ മൂർഖൻ പാമ്പുകളെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടാറുണ്ട്. സാധാരണയായി ഇവയ്ക്ക് 1 മീറ്റർ നീളവും കൈത്തണ്ടയുടെ വണ്ണവുമാണ് ഉണ്ടാകാറുള്ളത്. മൂർഖൻ പാമ്പുകളെ മഞ്ഞ, കറുപ്പ് നിറങ്ങളിൽ കണ്ടുവരാറുണ്ട്. സാധാരണയായി കുറ്റിക്കാടുകളിൽ കണ്ടുവരുന്നവയ്ക്ക് കറുപ്പ് നിറവും പുൽപ്രദേശങ്ങളിൽ കണ്ടുവരുന്നവ മഞ്ഞ നിറത്തിലും കാണപ്പെടുന്നു. ഈ നിറവ്യത്യാസം ഇവയുടെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണെന്നും വ്യാഖ്യാനമുണ്ട്. കീരി, പരുന്ത്, കഴുകന്മാർ ഇവയുടെ പ്രധാന എതിരാളികൾ ഇവ